ഹലോ ഗ്ലോറി ഫാം ഹൗസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് ധാരാളം ആൾക്കാർ ചോദിച്ച അല്ലെങ്കിൽ കുറച്ച് പേര് വിളിച്ചു ചോദിച്ച ഒരു സംശയമാണ്. ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ളതും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ചെടി ഏതാണ്, അതേപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ചെടി ഏതാണ് എന്ന് ധാരാളം പേര് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ആ ഒരു ചെടി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും അതേപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതും എന്നാൽ വളരെ വില കുറഞ്ഞതുമായ ഇനമാണ്. അതേപോലെ തന്നെ അതിൻ്റെ കളർ ഷെയ്ഡ് നമുക്ക് ധാരാളം ലഭ്യമാകുന്നുണ്ട്. ഒരു 12-15ഓളം കളർ ഷെയ്ഡുകൾ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 8-10ഓളം ഷെയ്ഡുകൾ വ്യത്യാസത്തിലുള്ള ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെടി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ചെടിയുടെ പേര് ഫിറ്റോണിയ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്ന് പറയുന്നത് ഇൻഡോറാണ്. ഏറ്റവും നല്ല ഇൻഡോർ ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന ഇപ്പോൾ ഒരു ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടി, അല്ലെങ്കിൽ അത്യാവശ്യം കളക്ഷനിലേക്ക് എത്തിപ്പെടുന്ന ഒരു ചെടി എന്ന് പറയുന്നത് ഫിറ്റോണിയാണ്. പെറ്റോണിയ അല്ല, ഫിറ്റോണിയ എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ ഇതിനെ നേർവ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. അപ്പം ആ നേർവ് പ്ലാന്റ് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഇലകളിലുള്ള ഞരമ്പുകൾക്ക് നിറവ്യത്യാസവും അത് കുറച്ച് തെളിഞ്ഞു നിൽക്കുന്നതുമാണ്. ഇലയിൽ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും അത് കാണുന്നത്, അതിൻ്റെ ഷെയ്ഡുകളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നേർവ് പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗുണങ്ങളെന്ന് പറയുന്നത് ലോ ലൈറ്റിൽ നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ് ഫിറ്റോണിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു 10-15ഓളം ഷെയ്ഡുകളിൽ നമുക്കിത് ലഭ്യമാകും. അതേപോലെ തന്നെ ഈസി ടു കെയർ ആണ്. അതേപോലെ വലിയ രോഗബാധകളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ചില പൊടിക്കൈകൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പുതിയ തൈ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പുതിയ തൈ ആക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അതേപോലെ നമുക്ക് തൂക്കുചട്ടികളിലോ അല്ല എങ്കിൽ നമ്മുടെ ഷെയ്ഡുള്ള സ്ഥലങ്ങളിലെ ഒരു സ്ഥലം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയോ ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഫിറ്റോണിയ ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളത്തിനെ കുറിച്ച് പറയാം. വെള്ളം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഫിറ്റോണിയ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചോട്ടിലെ മിക്സറിൽ വെള്ളം നിൽക്കാനുള്ള രീതിയിൽ ഉതകുന്ന രീതിയിലുള്ള മിക്സറായിരിക്കണം നമ്മൾ പോട്ടിങ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ചകിരിച്ചോറുകൂടി ഇട്ടിട്ട് വേണം ഇതിൻ്റെ പോട്ടിങ് മിക്സർ തയ്യാറാക്കാൻ വേണ്ടി. അതേപോലെ ചെടിച്ചട്ടിയിൽ ഈർപ്പം നിലനിർത്താനോട് ശ്രദ്ധിക്കണം. ഉണങ്ങി വറ്റി വരണ്ട മണ്ണാകാൻ വേണ്ടി ഒരു കാരണവശാലും ഇടവരുത്തരുത്. ഒരല്പം നനവ് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തണുപ്പ് നിലനിൽക്കുന്ന രീതിയിൽ ചെടിയെ വളർത്താൻ ശ്രദ്ധിക്കുക. അത് ആ രീതിയിൽ വളർത്തുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരല്പം ജലാംശം നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈർപ്പം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെടിയെ വളർത്തുന്നതെങ്കിൽ ചെടിക്ക് നല്ല രീതിയിൽ കളറുണ്ടാകുകയും നല്ല രീതിയിൽ വളർന്നെടുക്കുകയും അതേപോലെ തന്നെ ധാരാളം ശാഖകൾ പൊട്ടി ചെടി പുതിയൊരു തലപ്പോ അല്ലെങ്കിൽ പുതിയ ചെനപ്പൊക്കെ ഉണ്ടായി നമുക്ക് നല്ല രീതിയിൽ ചെടി വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാധാ ലൈറ്റിലും, അതായത് കട്ടി കൂടിയ പ്രകാശം അല്ലെങ്കിൽ ഭയങ്കരമായ സൂര്യപ്രകാശം ഒന്നും അല്ലാത്ത രീതിയിൽ സാധാ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ലോ ലൈറ്റിലായിട്ടുള്ള ഇൻഡോർ സ്ഥലങ്ങളിൽ നമുക്കിത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡിനടിയിലും നമുക്ക് നല്ല രീതിയിൽ ഇവ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവയുടെ ലൈറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മരങ്ങളുടെ താഴ്വശം സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പുൽത്തകടിയിൽ ഒരു നല്ലൊരു ഹൈലൈറ്റ് ചെയ്തൊരു മാവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു മരം ഉണ്ടെന്നവരിൽ അതിൻ്റെ തറയിൽ നമുക്ക് അതിൻ്റെ ചുറ്റുപാട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്നവരിൽ ഈ ചെടി വെച്ച് നമുക്ക് പല കളറുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു കളറോ അല്ലെങ്കിൽ മിക്സഡ് കളറോ ഒക്കെ വെച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ റൗണ്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ലോ ലൈറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ചെടിയാണ് ഫിറ്റോണിയ എന്ന് പറയപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ ലൈറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലൈറ്റിംഗ് കണ്ടീഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തീവ്രതയേറിയ അല്ലെങ്കിൽ കട്ടിയേറിയ പ്രകാശം ഇതിൽ ഇലയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകാനുള്ള സാധ്യത കാണിക്കും, അല്ലെങ്കിൽ ചെടി നശിച്ചു പോകാനുള്ള സാധ്യത കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് കട്ടി കൂടിയ ലൈറ്റ് വീഴാത്ത രീതിയിൽ നമുക്ക് സെമി ഷെയ്ഡിലോ അല്ലെങ്കിൽ ഫുൾ ഷെയ്ഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇവയുടെ ലൈറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇപ്പം ഈ ചെടി വളരുന്നതിന് വേണ്ടി നമുക്ക് അടിവളമായി നൽകുന്ന ജൈവവളത്തിൻ്റെ ആവശ്യമാണ് പ്രധാനമായും ഉള്ളത്. അതിനുശേഷം നമുക്ക് ഓരോ മാസത്തിലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ നമുക്ക് ചെടിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ചെടി ഗ്രോത്ത് കാണിക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് ഏതെങ്കിലും ലിക്വിഡ് ഫോർമാറ്റിലുള്ള ജൈവവളങ്ങൾ കൊടുക്കാവുന്നതാണ്. രാസവളം കൊടുക്കുന്നതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഇത് ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. ഗ്രോത്തും ഫ്ലവറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഗ്രോത്തും ഇലയിലുള്ള വ്യത്യാസവുമാണ്, നിറഭേദമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാസവളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ജൈവവളം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെടിക്ക് നല്ല ഗ്രോത്ത് എടുക്കാനും അതേപോലെ തന്നെ കളർ വെപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്.
ഇതാണ് അവയുടെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചെടി ബുഷാക്കി നിർത്താൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചട്ടി നിറച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കതിന് വേണ്ടി ഈ ബുഷാക്കി എടുക്കാനോ അല്ലെങ്കിൽ ഒത്തിരി ചെനപ്പ് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയോ നമുക്ക് ഇതിൻ്റെ മണ്ട നുള്ളുന്നത് വഴി നമുക്ക് അങ്ങനെ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ ചെടി പ്രധാനമായും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ക്ലിപ്പിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് തണ്ട് വഴിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു കായൂടി ഉണ്ടാകുന്ന ടൈപ്പുണ്ട്. കായൂടി ഉണ്ടാകും, പക്ഷേ അത് കുറച്ചുകൂടി പ്രയാസമാണ് ക്ലിപ്പിച്ചെടുക്കാൻ വേണ്ടി. അതിൽ നല്ല ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് ക്ലിപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത്. ഇത് മണ്ണിലേക്ക് ചരിഞ്ഞ് കിടക്കുന്ന ഭാഗം, അതായത് ആ തണ്ട് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും തണുപ്പുണ്ട് ഉള്ള മണ്ണാണ് എന്ന് വരിയിൽ അതിൽ നിന്നും നമുക്ക് വേര് ഇറങ്ങി വെച്ച് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ക്ലിപ്പിച്ചെടുക്കാനോ നമുക്ക് സാധ്യമാകുന്നതാണ്. റൂട്ടിംഗ് ഹോർമോണിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ല നല്ല തണുപ്പ് കൊടുക്കുകയാണെങ്കിൽ റൂട്ടിംഗ് ഹോർമോൺ ഒന്നും ഇല്ലാതെ തന്നെ ചെടി നല്ല രീതിയിൽ കിളുത്ത് കിട്ടും. എന്നിരുന്നാലും നല്ല ഫാസ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധ കൊടുക്കുക, ഒത്തിരി ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് ക്ലിപ്പിച്ചെടുക്കണമെന്ന വരിയിൽ നമുക്കൊരു റൂട്ടിംഗ് ഹോർമോണിൻ്റെ സഹായം തേടാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചീഞ്ഞു പോകുന്ന പരിപാടിയാണ്. അതായത് വെള്ളം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യത കാണിക്കും, അല്ലെങ്കിൽ ടെൻഡൻസിയിലേക്ക് ഇത് എത്തുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ നമുക്ക് ഫംഗിസൈഡ് ഏതിലൊന്നും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാഫിൻ്റെ ഫംഗിസൈഡാണ്. നിങ്ങൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടുന്നാണ് വാങ്ങിക്കുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഫംഗിസൈഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഫംഗിസൈഡ് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് സ്യൂഡോമോണസിൻ്റെ പൗഡറോ ലിക്വിഡോ എന്തുവാണെങ്കിലും സ്യൂഡോമോണസോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു 3 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ഗ്രോത്തും കിട്ടും. അതേപോലെ തന്നെ വെള്ളം കെട്ടിക്കിടന്നിട്ടുള്ള ഫംഗസ് ബാധയിൽ നിന്നും ചെടിയെ രക്ഷിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. ഈ 2 സാധനം മതിയാകും നമുക്ക് ഒരു ചെടി അല്ലെങ്കിൽ ഒരു നമ്മൾ ചെടി വളർത്തുന്ന ഒരാൾ അത്യാവശ്യമായും കരുതിയിരിക്കേണ്ട 2 സാധനമാണ് ആൻറ്റി ഫംഗലിൻ്റെ ഏതിലൊരു പൗഡർ എന്ന് പറയുന്നത്. അത് സാഫാകാം, അല്ലെങ്കിൽ സ്യൂഡോമോണസ് ആകാം. ഇത് 2 ഓർത്തിരിക്കുക. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കത്തില്ല. പിന്നാണെങ്കിൽ ചിലപ്പോൾ സമയത്ത് വെള്ളീച്ചയൊക്കെ നമ്മുടെ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കൂടുതലാണ് എന്ന വരിയിൽ മാത്രമായിരിക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതാണെങ്കിൽ വന്നിട്ടുള്ള ഇലകൾ നശിപ്പിച്ചതിന് ശേഷം ചെടി നനയത്തക്ക രീതിയിൽ നല്ലപോലെ വെള്ളം നനച്ചതിന് ശേഷം ഒരല്പം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ടുള്ള വേപ്പെണ്ണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് ഒത്തിരി ഒന്നും കൊടുത്ത് ചെടി അഴുക്കാകരുത്, പകരം കുറച്ച് മാത്രം കൊടുത്താൽ മതിയാകും. അത് വെള്ളിച്ചയുടെ ശല്യം മാറുന്നില്ല എങ്കിൽ മാത്രമേ കൊടുക്കാവൂ. വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം മാറുന്നില്ല എങ്കിൽ മാത്രമേ കൊടുക്കാവൂ. ഒരു കാരണവശാലും ഡയറക്റ്റ് എടുത്ത് വെള്ളിച്ച കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അത് എടുത്ത് കൊടുക്കരുത്. ചെടി വളരെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതേപോലെ തന്നെ ഇതാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളിലും വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ഹൈറ്റ് വയ്ക്കാത്ത ചെടി ആയതുകൊണ്ട് തന്നെ ഹാങ്ങിങ് പോട്ടിൽ നല്ല പടർത്തി അല്ലെങ്കിൽ നല്ല രീതിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആ ചട്ടി നിറഞ്ഞു നിൽക്കുന്ന കാണാൻ വേണ്ടി തന്നെ നല്ല ഷോ ഉള്ളൊരു ചെടിയാണ്. അപ്പോൾ പല ഷെയ്ഡുകളാകുമ്പം നല്ല പല കളറുകളാകുമ്പോൾ നമ്മുടെ ഇൻഡോറിലൊക്കെ ഹാങ് ചെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുത്ത് ഷെയ്ഡ് കാണിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് പെറ്റൂണിയ ചെടികളുടെ പ്രത്യേകതകളോ അല്ലെങ്കിൽ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു മെയിൻ കാര്യം പറഞ്ഞില്ല, പോട്ടി മിക്സർ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സർ എന്ന് പറയുന്നത് മണ്ണൽ, അതേപോലെ തന്നെ ചാണകപ്പൊടിയാണ് അടിവളമായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആട്ടുംപുഴുക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ ജൈവവളം അടിവളമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചകിരിച്ചോറ്, ഇത്രയും സാധനം 1:1:1 എന്ന അനുപാതത്തിൽ അതായത് എല്ലാം തുല്യ അളവിൽ തന്നെ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അത് നിറച്ചെടുക്കുന്ന ചട്ടിയിലേക്കാണ് അല്ലെങ്കിൽ ആ പോട്ടിലേക്കാണ് നമ്മളിതിനെ ചെടിയെ നടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മണൽ കിട്ടുന്നില്ല എന്ന വരിയിൽ നിങ്ങൾക്ക് വലിയ കല്ലുകളില്ലാത്ത ഗാർഡൻ സോയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പകരം ആ സമയത്ത് അതായത് ഗാർഡൻ സോയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന വരിയിൽ ഗാർഡൻ സോയിൽ അളവ് പകുതിയായിരിക്കണം. അതായത് ഇപ്പം ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു കപ്പ് നമ്മൾ ചകിരിച്ചോറ് എടുത്തെങ്കിൽ അതിൻ്റെ 1/2 കപ്പായിരിക്കണം നമ്മൾ ഗാർഡൻ സോയിൽ എടുക്കാമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മണലാണെങ്കിൽ നമുക്ക് എല്ലാം തുല്യ അനുപാതത്തിൽ തന്നെ എടുക്കാവുന്നതാണ്. അതെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെടി നട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ വേരോട്ടം കിട്ടുന്ന രീതിയിലുള്ളതും അതേപോലെ തന്നെ തണുപ്പ് നിൽക്കുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ഏത് പോട്ടി മിക്സറിലും ഇവ നല്ല രീതിയിൽ വളരുന്നതാണ്. ഒരു കാരണവശാലും മണ്ണ് കട്ടി പിടിക്കാനോ അല്ലെങ്കിൽ കുഴഞ്ഞു കിടക്കാനോ ഇടവരുത്തരുത്. അതേപോലെ തന്നെ മണ്ണ് ഒരു കാരണവശാലും ഡ്രൈ ആകാൻ ഇടവരുത്തരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചെടി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. വല്ലപ്പോഴും എടുത്ത് വെയിൽ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
കുഴപ്പമില്ല, അകത്ത് ഇൻഡോറിൽ തന്നെ ഇരുന്നിരുന്നാലും യാതൊരു കുഴപ്പമില്ല. പിന്നെ വെള്ളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ചെടി ഒന്ന് ഇടയ്ക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ചെടിയുടെ ഇലകളെല്ലാം തന്നെ നനയുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കുത്തി ഒഴിച്ചു കൊടുത്ത് ഒടിച്ചു കളയരുത്. നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് മാത്രം ഇലകളെല്ലാം തന്നെ നനഞ്ഞ് എടുക്കുന്ന രീതിയിൽ ചെടി നനയ്ക്കാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ചെടിയിലുള്ള അഴുക്കുകളും അതേപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളോ ഉണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ ചെടി ഒന്ന് ഫ്രഷ് ആകുന്നതിനും നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുന്നതിനൊക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നതാണ്. അതേപോലെ ഇലയിലെ കളർ കുറച്ചുകൂടി എടുത്തു കാണിക്കാൻ വേണ്ടി ഈ വെള്ളം നമ്മൾ പ്രയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെള്ളപ്രയോഗം ഒക്കെ ചെയ്ത് നമുക്ക് ഈ ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. താങ്ക്